ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്നൊരു കുക്കറിലൊരു കുഴിമന്തി ഉണ്ടാക്കാം. കുഞ്ഞിന് സുഖമില്ലാതായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അവന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുഴിമന്തി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കുഴിമന്തി ഉണ്ടാക്കാം. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട ലീവ്സ്, മാഗി ക്യൂബ്, ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ഉപ്പ്, ഫുഡ് കളർ നമുക്ക് ആവശ്യമില്ല, കൊച്ചിന് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം ഓൾറെഡി മാഗി ക്യൂബിൽ നല്ലവണ്ണം ഉപ്പുണ്ട്. 1 സ്പൂൺ ബട്ടർ, 1 സ്പൂൺ ഓയിൽ, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു നാരങ്ങ സ്ലൈസ് ചെയ്ത് അതിൻ്റെ 2 പോർഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമല്ലി നമുക്ക് ചതച്ച് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. കൂടാതെ 2 പച്ചമുളക് കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വിസിൽ കേൾക്കാനായിട്ട് വെക്കാം. ഒരു വിസിൽ വന്ന് വെയിറ്റ് താഴ്ന്നതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കുക്കർ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തട്ടിക്കോട്ട് മയോണൈസ് കൊണ്ട് റെഡിയാക്കാം. 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് മിൻറ്റ് ലീവ്സ്, കുറച്ച് ഓയിൽ, കുറച്ച് ഉപ്പ്, 3 വെളുത്തുള്ളി, ഒരു വറ്റൽമുളക് എടുത്തിട്ട് അതിൻ്റെ അരി നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം അതും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് മടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ മയോണൈസും കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ കുഴിമന്തി റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.